ദോ ദീവാനെ ഷെഹർ മേ എന്ന രവി ഉദ്യവാറിൻ്റെ ഏറ്റവും പുതിയ സിനിമ നോക്കുകയാണെങ്കിൽ അതിന് നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണുന്ന ആരും അങ്ങനെ ഓർത്തിരിക്കാത്ത തരം ഒരുപാട് ടെംപ്ലേറ്റ് റോംകോം സിനിമകളുടെ ഒരു സിൻടാക്സ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. സിദ്ധാന്ത് ചതുർവേദിയും മൃണാൾ ഠാക്കൂറും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ റൊമാൻറ്റിക് കോമഡി ആ ക്യാരക്ടേഴ്സിൻ്റെ ഇൻസെക്യൂരിറ്റികൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ അഭിരുചി ചന്ദിൻ്റെ എഴുത്തിന് സാധിക്കുന്നില്ല. സ്ഥിരം കോൺഫ്ലിക്റ്റും ആർക്കും ഊഹിക്കാവുന്ന പരിഹാരവും പിന്നെ വളരെ ഗ്ലോസി ആയിട്ടുള്ള വിഷ്വലുകളും ഒക്കെയുള്ള ഒരു ചീസി ലവ് സ്റ്റോറിയാണ് നമുക്ക് ഈ പടത്തിൽ കിട്ടുന്നത്. മോഡേൺ ആയിട്ടുള്ള റൊമാൻസിൻ്റെ കൂളായിട്ടുള്ള ഒരു രീതികളൊക്കെ ചുമ്മാ സീനുകളിൽ അവിടെ ഇവിടെയും കണ്ടാൽ മതി എന്നാണെങ്കിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ടി വിയിൽ മൊബൈൽ നോക്കിക്കൊണ്ടിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ് ഇത്. ശശാങ്കും റോഷ്നിയുമാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒരു വലിയ കമ്പനിയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ശശാങ്ക് വർക്ക് ചെയ്യുന്നത്. ശശാങ്കിന് ലിസ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഷാ എന്ന വാക്ക് അയാൾക്ക് സ എന്നേ പറയാൻ പറ്റൂ. സ്വന്തം പേര് തന്നെ സസാങ്ക് എന്നാണ് അയാൾ പറയുന്നത്. മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ഫാഷൻ മാഗസീനിൽ കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് ജോലി ചെയ്യുന്ന റോഷ്നിയെ ശശാങ്ക് പെണ്ണ് കാണാൻ പോവുകയാണ്. ആ മീറ്റിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളും അതിനുശേഷം അവരുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. മെയിൻ കഥാപാത്രങ്ങൾക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇട്ടുകൊടുക്കാൻ ഈ സിനിമയുടെ തിരക്കഥയ്ക്ക് നല്ലപോലെ അറിയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹീറോയ്ക്ക് ലിസ്പ് ഉണ്ട്, ഹീറോയിന് സ്വന്തം ലുക്കിനെ കുറിച്ച് ചില ഇൻസെക്യൂരിറ്റികളുണ്ട്. അതുപോലെ നായികയുടെ ചേച്ചി ഭർത്താവിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരു സിനിമയിൽ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വേണം. ആ സ്ഥലത്താണ് ഈ പടം പാളുന്നത്. ഒന്നാം പകുതിയുടെ അവസാനം നായകനും നായികയും തമ്മിൽ പിരിയുന്നതിൻ്റെ കാരണമൊക്കെ വളരെ സില്ലിയാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ അവർ വളരെ എളുപ്പത്തിൽ പാച്ചപ്പ് ആകുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതിലുള്ള ഒരു സില്ലിനെസ്സും യൂഷ്വൽനെസ്സുമാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയെ നിരാശപ്പെടുത്തുന്ന ഒന്നാക്കുന്നത്. കൂടുതൽ ടെംപ്ലേറ്റ് ഫോർമാറ്റിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ക്ലൈമാക്സിനടുത്തേക്ക് നായകൻ്റെയും നായികയുടെയും വക നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ മതി എന്നുള്ള രീതിയിലുള്ള പ്രസംഗമൊക്കെ ഉണ്ട്. ശ്രീദേവിയുടെ അവസാനത്തെ സിനിമയായ മോം, സിദ്ധാന്ത് ചതുർവേദി നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച യുദ്ര എന്നിവ സംവിധാനം ചെയ്ത രവി ഉദ്യവാർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ജോണർ പിടിച്ച സിനിമയാണ് ദോ ദീവാനെ ഷെഹർ മേ. വിഷ്വലി പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിനുവേണ്ടി മുംബൈയിലെ ഏറ്റവും പോഷ് ആയിട്ടുള്ള ലൊക്കേഷനുകൾ തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സിനിമയുടെ എഴുത്ത് കണ്ടാൽ അതും ആളുകൾ സിനിമ കാണാൻ വരുന്നത് നായകൻ്റെയും നായികയുടെയും ക്യൂട്ട്നെസ്സും ഹോട്ട്നെസ്സും ഈ പറഞ്ഞ ലൊക്കേഷൻ്റെ ഭംഗിയും ഒക്കെ കാണാനാണ് എന്നുള്ള രീതിയിലാണ്. ഡയലോഗുകളിലൂടെ എക്സ്പോസിഷൻ നടത്തുന്നത് അങ്ങേയറ്റം വെറുപ്പിക്കലാകുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ പാരൻസിൻ്റെ കഥാപാത്രങ്ങളുള്ള സീനിൽ. ചില കഥാപാത്രങ്ങളെയൊക്കെ സിനിമ ആഡ് ചെയ്തിട്ടുള്ളത് എന്തിനാണ്, ചില മൊമെൻറ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നതൊക്കെ ആ സീനിൻ്റെ പേ ഓഫ് വരുന്നതിന് കുറേ മുന്നേ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും. പാട്ടുകളൊക്കെ അത്യാവശ്യം രസമുണ്ട്. അതിന് പ്രധാന കാരണം ഹൃദയത്തിലെ ദർശന അടക്കമുള്ള ചില പാട്ടുകളുടെ വേറെ ഒരു വേർഷനാണ് നമ്മൾ ബേസിക്കലി ഈ പടത്തിൽ കേൾക്കുന്നത്. മുംബൈ പോലെ ഒരു സിറ്റിയിലേക്ക് വന്ന് അതിൻ്റെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന കഥാപാത്രത്തിൻ്റെ ഒരു നിഷ്കളങ്കതയൊക്കെ കാണിക്കാൻ സിദ്ധാന്ത് ചതുർവേദി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഈ ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രോവേർട്ട് സ്വഭാവം കാണിക്കാൻ വേണ്ടി തിരക്കഥ ഉണ്ടാക്കുന്ന മൊമെൻറ്റുകൾ വളരെ ഫോഴ്സ്ഡ് ആയിട്ടാണ് തോന്നിയത്. പെർഫോമൻസ് കൊണ്ട് മെച്ചപ്പെടുത്താവുന്ന ഒരു ക്യാരക്ടറായിട്ട് ശശാങ്കിനെ തോന്നിയില്ല. ഇല്ലാത്ത കോൺഫിഡൻസ് മുഖത്ത് ഫിറ്റ് ചെയ്ത് നടക്കുന്ന ക്യാരക്ടറിനെ നല്ല കോൺഫിഡൻസോട് കൂടി മൃണാൾ ഠാക്കൂർ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ കോസി ആയിട്ടുള്ള ഇവരുടെ റൊമാൻറ്റിക് മൊമെൻറ്റുകൾ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭാവിയിൽ ആ ഭാഗങ്ങൾ മാത്രം റീലായിട്ടും ഷോർട്സ് ആയിട്ടും മുറിച്ച് അപ്ലോഡ് ചെയ്താൽ അത് കണ്ടിട്ട് സിനിമ ഏതാണെന്ന് തപ്പിപ്പിടിച്ച് അതൊന്ന് കണ്ടു നോക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. മകളുടെ പുറകെ നടന്ന് വെറുപ്പിക്കുന്ന ടിപ്പിക്കൽ അമ്മയായിട്ട് വന്നിട്ടുള്ളത് ആയിഷ റാസയാണ്. സപ്പോർട്ടായിട്ടുള്ള ഗ്രാൻഡ് മദർ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത് ഇള അരുണാണ്. ജോയ്സൺ ഗുപ്തയാണ് ലാലു ലക്സ് ടൈപ്പ് ഡാഡി ആയിട്ട് വന്നിട്ടുള്ളത്. സന്ദീപ ധാർ അവതരിപ്പിച്ചിട്ടുള്ള ചേച്ചി കഥാപാത്രത്തിന് കാര്യമായ പർപ്പസ് ഉണ്ട് എന്ന് സ്ക്രിപ്റ്റിൽ തോന്നുമെങ്കിലും സിനിമയിലേക്ക് വരുമ്പോൾ ഫാഷൻ ഡ്രസ്സുകൾ ഇട്ട് വരുന്ന പണിയേ അവർക്ക് ചെയ്യാനുള്ളൂ. തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എലമെൻറ്റുകൾ തീർന്ന് കണ്ടുപഴകിയ പരിപാടികളൊക്കെ ഉപയോഗിച്ച് വലിച്ചു നീട്ടി വലിയ സർപ്രൈസ് ഒന്നും ഇല്ലാത്ത ഒരു യൂഷ്വൽ ക്ലൈമാക്സിൽ എത്തുന്ന ഒരു പടമാണ് രവി ഉദ്യവാറിൻ്റെ ദോ ദീവാനെ ഷെഹർ മേ. സാമാന്യം നല്ല റൊമാൻറ്റിക് കെമിസ്ട്രി സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ലീഡ് പെയർ ഉണ്ടായിട്ടും അവരുടെ റേഞ്ചിനെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒന്നും തിരക്കഥയിൽ ഉണ്ടായിരുന്നില്ല. വളരെ ലൈറ്റായിട്ടുള്ള ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം കണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സിനിമയൊന്നും അല്ല ഇത്. പക്ഷേ തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ തന്നെ നമ്മൾ മറക്കുന്ന തരം ഒരു നിർജ്ജീവമായ ക്രിയേഷനാണ് ഈ സിനിമ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്